വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റമദാൻ ഡയറ്റ് പ്ലാൻ ആണ്. പിന്നെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തോട്ടെ, ഈ ഒരു ഇപ്പോൾ പറയാൻ പോകുന്ന ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ്. അതല്ലാതെ ഇപ്പം എനിക്ക് വെയിറ്റ് കുറയ്ക്കൊന്നും വേണ്ട, പക്ഷെ ഒരു റംദാൻ ടൈമിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ. വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു ഇൻറ്റൻഷൻ ഒന്നും ഇല്ല, പക്ഷെ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് അങ്ങനെ എത്രയും പെട്ടെന്ന് വേറൊരു വീഡിയോ അതേപോലെ ചെയ്യാം. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് റംദാൻ ടൈമിൽ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റ് പ്ലാൻ ആണ് കേട്ടോ. ഓരോ മീലും മാക്സിമം ബാലൻസ്ഡ് ആക്കാൻ ഞാനിതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കാലറി ഡെഫിസിറ്റിൽ വരുന്ന ഒരു പ്ലാൻ ആണ്. അറ്റ് ദ സെയിം ടൈം ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാൻ ആണ് കേട്ടോ ഇന്ന് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം 3 വെറൈറ്റീസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം രാവിലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഒരു 3 വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഫ്താർ ടൈമിൽ കഴിക്കാൻ പറ്റുന്ന 3 വെറൈറ്റീസ്. അത് കഴിഞ്ഞിട്ടൊരു ഡിന്നർ ടൈമിൽ, ഇനി ഡിന്നർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ക്രേവിങ്സ് തോന്നുകയാണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഓപ്ഷൻസ്. പിന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കോമൺ മിസ്റ്റേക്സും, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ളൊരു ഫുൾ പാക്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് ഈ ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവർ ഈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഓവർ ഈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, നമുക്ക് ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ഡയറ്റ് ഉണ്ടല്ലോ, ഡയറ്റ് ഒന്ന് കുറച്ച് സ്മാർട്ടായിട്ടൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടാവുന്ന വെയിറ്റ് ഗെയിൻ, ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് നോക്കാം. അതായത് മെയിനായിട്ട് ഫ്രൈഡ് സ്നാക്സ് ഇല്ലേ, നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ കഴിക്കുന്ന ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് ഇല്ലേ, സമൂസാസ്, പഴംപൊരി, പരിപ്പ് വട, കട്ട്ലെറ്റ്, ഇങ്ങനെ വരുന്ന കുറേ സ്നാക്സ് ഒക്കെ റെഗുലറായിട്ട് ഉണ്ടാവാറുള്ള ഈ സ്നാക്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് വല്ലപ്പോഴും കഴിക്കാം, പക്ഷെ ഡെയിലി ഇത് ആവർത്തിക്കാതിരിക്കുക. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇൻഫാക്ട് ഏത് ഫുഡാണെങ്കിലും നമുക്ക് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് ഡെയിലി ആകുമ്പോഴാണ് അവിടെ പ്രോബ്ലം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അതായത് സർബത്ത്, പിന്നെ ഈ നമ്മുടെ മിൽക്ക് ഷേക്സ്, ഇല്ലെങ്കിൽ ക്യാനിൽ വരുന്ന കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ടൈമിൽ എന്നല്ല, എല്ലായ്പ്പോഴും അവോയ്ഡ് ചെയ്യുക. അതിന് പകരം നമുക്ക് ഫ്രഷ് ജ്യൂസസ് ഓപ്റ്റ് ചെയ്യാം. ഈ ഫ്രഷ് ജ്യൂസ് എന്ന് പറയുമ്പോഴും അത് നമ്മൾ ജ്യൂസ് ആക്കുന്നതിലും കൂടുതലായിട്ട് നല്ലൊരു നമുക്ക് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ആ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുമ്പോഴാണ്. ഇതേപോലെ അവോയ്ഡ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് കഫൈൻ. അതായത് നമുക്ക് കോഫി കുടിക്കുന്ന ശീലം, കോഫി ടീ ഒക്കെ കുടിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അത് കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ആക്കും. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് കൂടുതലായിട്ട് റൈസ് അല്ലെങ്കിൽ ബിരിയാണി, ഇതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ് അല്ലേ, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. റൈസ് അല്ല, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ബിരിയാണി, മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ടൈമിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. അതായത് സുഹൂർ എന്ന് പറയില്ലേ, എനിക്ക് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ ഇല്ല ആ വേർഡ് കറക്റ്റ് ആണോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. അപ്പം ആ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ അത് കഴിക്കാതെ വിടുന്നത്, അത്ര ഏർലി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അത് സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് ക്ഷീണം, തലകറക്കം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ മസിൽ ലോസും ഉണ്ടാവും. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ ഇഫ്താറിൻ്റെ ടൈമിൽ കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ കാരണമാകും. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വാട്ടർ കുടിക്കാതിരിക്കുക. കാരണം നമുക്ക് വാട്ടർ കുടിക്കാനായിട്ട് അലൗഡ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് മോർണിംഗ് ആൻഡ് ദെൻ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. സോ ഇൻ ബിറ്റ്വീൻ ദ ഡേ ടൈമിൽ നമുക്ക് വാട്ടർ കൺസ്യൂം ചെയ്തുകൂടാ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന സമയത്ത് മാക്സിമം വെള്ളം കുടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോവും. നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അമിതമായ അളവിൽ ഈ ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക.
എന്നാൽ നമുക്ക് ആദ്യത്തെ ഡയറ്റ് പ്ലാൻ നോക്കാം. ഞാൻ 3 ഡിഫറെൻറ്റ് ഡയറ്റ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് നോക്കാം. സോ ഡെയിലി നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡീടോക്സ് ഡ്രിങ്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഡേ 1ൻ്റെ ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ജീര മേത്തി വാട്ടർ ആണ്. ചെറിയ ജീരകം ഇല്ലേ അത്, അതുപോലെ തന്നെ മേത്തി, നമ്മുടെ ഉലുവ, ഇത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് 2 കപ്പ് എടുക്കുക. അത് വേണം തിളപ്പിക്കാനായിട്ട്. എന്നിട്ട് അത് 1 കപ്പ് വെള്ളം ആകുന്നോണം വരെ തിളപ്പിക്കുക. ആ വെള്ളം വേണം നമ്മൾ കുടിക്കാനായിട്ട്. സോ ഈ ഒരു ഡ്രിങ്ക് വെച്ചിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. സോ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളിപ്പോൾ ചോറാണ് രാവിലെ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബൗളിൽ കേരള മട്ട റൈസ് വരത്തില്ല, നമ്മുടെ കുറച്ച് റെഡിഷ് ആയിട്ടുള്ള ആ തവിട് കൂടിയ സംഭവം, ആ മട്ട റൈസ് കഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കടലക്കറി, അതായത് പയറ് വർഗ്ഗത്തിലോ കടലവർഗ്ഗത്തിലോ വരുന്ന കറി കഴിക്കാം കേട്ടോ. രാവിലെ ചോറല്ല കഴിക്കുന്നത്, ഇഡ്ഡലി ദോശ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും 2 ഇഡ്ഡലി 2 ദോശ. ഇനി പുട്ടാണെങ്കിൽ പോലും അരപ്പുട്ടിൻ്റെ ഹാഫ് വരില്ലേ, ആ ഒരു അളവിൽ പുട്ടെടുക്കുക. അതിൻ്റെ കൂടെ ഈ കടല പയറ് എന്താണോ, കടലക്കറിയോ പയറ് കറിയോ അത് കഴിക്കുക. ഇനി അതിൻ്റെ കൂടെ ഒരു ബോയിൽഡ് എഗ്ഗ്, ഒരു ഫുൾ എഗ്ഗാണ് കേട്ടോ പറയുന്നത്, മഞ്ഞക്കരു നീക്കിയതല്ല, ഒരു ഫുൾ എഗ്ഗ് കഴിക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഹെൽത്തി ഫാറ്റിന് വേണ്ടിയിട്ട്, ഈ ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അത്രയും അത്യാവശ്യം വേണ്ട സംഭവമാണ് കേട്ടോ. നമ്മളെല്ലാവരും അതും ഫാറ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കാൻ പാടില്ല. അതിന് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ നമുക്ക് ഗീ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ചോറാണെന്നുണ്ടെങ്കിൽ ചോറിലേക്ക് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യാം. സോ മട്ട റൈസ്, അതിൻ്റെ കൂടെ കടല ഇല്ലെങ്കിൽ പയറുവർഗ്ഗത്തിൽ വരുന്ന ഒരു കറി, പിന്നെ അതിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ 100 ഗ്രാം ഗ്രിൽഡ് ഫിഷ് എടുക്കുക. അതിൻ്റെയും കൂടെ 1 ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടെ ആഡ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പപ്പടം, അച്ചാറ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് 2 ഡേറ്റ്സ് എടുക്കാം. അതിൻ്റെ കൂടെ വാട്ടർമെലൺ ജ്യൂസ് എടുക്കാം. അതിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിളിൻ്റെ ഒരു സൂപ്പും കൂടെ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ അറിയില്ല, സൂപ്പ് അവൈലബിൾ അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡേറ്റ്സും വാട്ടർമെലൺ ജ്യൂസും ഇഫ്താറിൻ്റെ, അതായത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് എടുക്കാം. ഈ വാട്ടർമെലൺ ജ്യൂസിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യരുത്. ഇനി ഡിന്നറിന് നമുക്ക് 2 റാഗി ദോശ, അതിൻ്റെ കൂടെ കോക്കനട്ട് ചട്നി എടുക്കാം, ഇല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ റാഗി കൊണ്ടുള്ള പുട്ട് എടുക്കാം. സോ റാഗി വെച്ചിട്ടുള്ള ദോശയോ ഇല്ലെങ്കിൽ പുട്ടോ നമുക്ക് ഡിന്നറിനായിട്ട് ഓപ്റ്റ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ ചിക്കൻ ബ്രസ്റ്റ് ഗ്രിൽ ചെയ്തെടുത്ത് നമുക്ക് ഒരു പോർഷൻ അതിൻ്റെ കൂടെ കഴിക്കാം. ഡിന്നർ അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഈ ഡിന്നറിൻ്റെ കൂടെ നമുക്ക് സാലഡ്സ് മസ്റ്റ് ആണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. സോ അതുകൊണ്ട് സാലഡ്സ്, ക്യുക്കംബർ, ക്യാരറ്റ്, ഇല്ലെങ്കിൽ നമ്മുടെ മൂങ് ദാലിൻ്റെ സാലഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാലഡ് നമുക്ക് മസ്റ്റായിട്ട് ഡിന്നറിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മീൽ പ്ലാനിൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങാനും കുറച്ചൊരു ക്രേവിങ്സോ വിശപ്പോ ഒക്കെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് കുറച്ച് നട്ട്സ് എടുക്കാം. നട്ട്സ് ആൻഡ് സീഡ്സിൻ്റെ മിക്സ് വാങ്ങാനൊക്കെ കിട്ടത്തില്ലേ, അപ്പം അത് കഴിക്കാം. ഒരു ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് ആൻഡ് സീഡ്സ് മിക്സ് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീക്ക് യോഗട്ട് വരത്തില്ലേ, ഗ്രീക്ക് യോഗട്ട് പ്ലെയിൻ ആയിട്ടുള്ളത്, ഫ്ലേവേർഡ് അല്ല, അതിലേക്ക് നമുക്ക് ചിയാ സീഡ് ഒരു 15 മിനിറ്റ് കുതിരാൻ വെച്ചിട്ട് ആ ചിയാ സീഡ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മോർണിംഗ് ഡ്രിങ്കിലും ചിയാ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഒരു ദിവസത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചിയാ സീഡിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 1.5 ടീസ്പൂൺ ആണ് കേട്ടോ. സോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഈ ഡിന്നർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ മാത്രമാണ്, നിർബന്ധമുള്ള ഒരു കാര്യമല്ല. അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അല്ല നിങ്ങൾക്ക് ക്രേവിങ്സ് ഉണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 ഓപ്ഷനിൽ ഒന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ മീൽ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മീൽ പ്ലാൻ നോക്കാം. രണ്ടാമത്തെ മീൽ പ്ലാനിൽ നമുക്ക് ടേമറിക് ജിഞ്ചർ വാട്ടർ കുടിക്കാം. അതായത് ഇഞ്ചി വെള്ളം, നന്നായിട്ട് ഇഞ്ചി വെള്ളം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഓഫ് ടേമറിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ് കേട്ടോ. ഈ പലർക്കും ഉള്ള പ്രശ്നമാണ്, എനിക്കുള്ളൊരു പ്രശ്നമാണ് ഈ ഇൻഫ്ലമേഷൻ്റേതെന്ന് പറയുന്നത്. അതായത് ചില ദിവസം എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കും,
ചില ദിവസം എൻ്റെ മുഖം കുറച്ചൊന്ന് നോർമലായിട്ടൊന്ന് ഒതുങ്ങിയിരിക്കും. അങ്ങനെ അത് എൻ്റെ ബോഡിയിൽ പല ഭാഗങ്ങളിലായിട്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഫ്ലമേഷൻ്റെ പ്രശ്നമുണ്ട്. സോ അങ്ങനത്തെ ഇൻഫ്ലമേഷൻ പ്രോബ്ലം ഉള്ളവർക്കാണെന്നുണ്ട് അതെപ്പോഴും എപ്പോഴും അത് നമ്മുടെ കൊഴുപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് ആയിരിക്കില്ല, നമ്മൾ വണ്ണം വെച്ചതായിരിക്കില്ല, ഇൻഫ്ലമേഷൻ ആയിരിക്കാം. സോ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ് ടേമറിക് ആൻഡ് ജിഞ്ചർ വാട്ടർ എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് 3 എഗ് വൈറ്റ്, ഒരു ഫുൾ എഗ്, അപ്പോൾ മൊത്തം 4 എഗ്ഗായ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത്, ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളി, ക്യാപ്സിക്കം അല്ലെങ്കിൽ ടൊമാറ്റോ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു ഓംലെറ്റ് മാതിരി അതുണ്ടാക്കിയെടുക്കുക. ഇനി അതിൻ്റെ കൂടെ നമുക്ക് റാഗി കൊണ്ട് നമ്മൾ കുറുക്കുണ്ടാക്കില്ല കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ആ റാഗി കൊണ്ട് കുറുക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അതിൽ ജാഗരി ഇല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ, കൽക്കണ്ടം ഇതൊക്കെ ആഡ് ചെയ്യും. നമുക്ക് അത് വേണ്ട, നമുക്ക് അങ്ങനെ കുറുക്കുണ്ടാക്കിയെടുക്കാം, അത് കഴിക്കാം. ഇനി ആ കുറുക്ക് കഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ അതേ കുറുക്ക് ചെറിയൊരു കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ബനാന പിന്നെ കുറച്ച് ആൽമണ്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ലോ ഫാറ്റ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു റാഗി ബനാന സ്മൂത്തി നമുക്ക് അവിടെ റെഡി ആയി കിട്ടും. സോ അത് കഴിക്കാം. അത് ഭയങ്കര ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ. അതെന്തായാലും മസ്റ്റ് ട്രൈ ആണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ 5 ആൽമണ്ട്സ്, തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച 5 ആൽമണ്ട്സ്, 2 വാൾനട്ട്സ് അതും കൂടെ കൺസ്യൂം ചെയ്യാം. ഈ ആൽമണ്ട്സും വാൾനട്ടും നിങ്ങളിപ്പോൾ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് ഒറ്റ സ്മൂത്തി ആയിട്ട് കഴിച്ചാലും മതി. ഇല്ല സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്മൂത്തി, അതിൻ്റെ കൂടെ നമ്മുടെ എഗ് ഓംലെറ്റ്, പിന്നെ അതിൻ്റെ കൂടെ 5 ആൽമണ്ട്സും 2 വാൾനട്ട്സും കൂടെ അത് കൺസ്യൂം ചെയ്താൽ നമ്മുടെ ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തേക്കുള്ളതായി. ഇനി നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ഇഫ്താറിൻ്റെ ടൈമിൽ യൂഷ്വലി നമ്മുടെ ഒരു ട്രഡീഷണൽ വേ ആണ് ഡേറ്റ്സ് കഴിക്കുക എന്നുള്ളത്. സോ 2 ഡേറ്റ്സ് പിന്നെ കോക്കനട്ട് വാട്ടറില്ലേ നമ്മുടെ ഇളനീര്, അത് കഴിക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ലെമൺ പിന്നെ കുറച്ചൊരു 2 പുതിന ഇലയും കൂടി ഇട്ടിട്ട് നമുക്കൊരു ലെമൺ ജ്യൂസ് മാതിരി കഴിക്കാം. അതിൽ ഷുഗർ മസ്റ്റായിട്ടും ഉപയോഗിക്കാൻ പാടില്ല. സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഡ്രിങ്ക് എടുക്കാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് വാട്ടർ ആയിരിക്കും കേട്ടോ. 2 ഡേറ്റ്സിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നു. ഈ ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് ഈ ഡ്രിങ്കിൻ്റെയും ഡേറ്റ്സിൻ്റെയും കൂടെ എപ്പോഴും ഒരു വെജിറ്റബിൾ സൂപ്പ് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി നന്നായിരിക്കും. ഇനി നമ്മുടെ പോസ്റ്റ് ഇഫ്താർ മീൽ, അതായത് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്, 1 കപ്പ് കീൻവ അല്ലെങ്കിൽ ബ്രൗൺ റൈസ് എടുക്കുക. ഈ കീൻവ കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെയാണ് ബ്രൗൺ റൈസ്, നമ്മുടെ സാധാരണ വൈറ്റ് റൈസിന് ബ്രൗൺ റൈസ് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു 1 ബൗൾ, ഒരു ചെറിയ ബൗളിൽ കുക്ക് ചെയ്തത് അതെടുക്കുക. അതാണ് നമ്മുടെ മെയിൻ മീൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ ഗ്രില്ല് ചെയ്ത ഫിഷ് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കറി ആയിട്ട് നമുക്ക് പനീർ കറി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പയറ് വർഗ്ഗത്തിൽ, കടല വർഗ്ഗത്തിൽ പെട്ട എന്ത് കറി വേണേലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. കൂടെ എപ്പോഴും ഡിന്നർ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ സാലഡ് വേണം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം, ഡൈജഷൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും നമ്മൾ ആവശ്യത്തിന് പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. സോ എല്ലാ ഡിന്നറിലും നമുക്ക് സാലഡ് ആവശ്യമാണ്. സാലഡ് ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒത്തിരി സാലഡ്സ് റെസിപ്പീസ് വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ചെയ്തിട്ടുണ്ട് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന. സോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എങ്ങാനും നമുക്ക് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വിശപ്പോ കൊതിയോ ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കഷ്ണം എന്താ പറയുക ഡാർക്ക് ചോക്ലേറ്റ്സ് നമുക്കിവിടെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ നട്ട്സ് കഴിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ യോഗട്ട് അതിൻ്റെ കൂടെ ചിയാ സീഡ് മിക്സ് ചെയ്ത് കഴിക്കാം. ഈ യോഗട്ടും ചിയാ സീഡും മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴല്ലോ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കാതിരിക്കും. വീണ്ടും കാരണം അതൊരു കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ഓപ്ഷനാണ്, അടിപൊളിയാണ്, ഹെൽത്തിയാണ്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ 3rd മീൽ പ്ലാനിൽ നമ്മുടെ ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ലെമൺ പുതിന ഇട്ട ഒരു വാട്ടർ ആണ് കേട്ടോ. സോ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാം. അസിഡിക് പ്രശ്നമുള്ളവർ ഈ ലെമൺ വാട്ടർ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കരുത്. അതിന് പകരം നമുക്ക് ജീര വാട്ടർ കുടിക്കാം, നമ്മുടെ ഉലുവ വെള്ളം കുടിക്കാം, മല്ലി വെള്ളം കുടിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത് ഓട്സ് സ്മൂത്തി ആണ് കേട്ടോ. കുറച്ച് ഓട്സ് എടുക്കുക, അതിലേക്ക് കുറച്ച് ബനാന ആഡ് ചെയ്ത് കൊടുക്കുക, ലോ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, സ്കിംഡ് മിൽക്ക്, ടോൺഡ് മിൽക്ക്, ഇതൊക്കെ പല ഓപ്ഷൻസ് ആണ് കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം വേണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ, ബിക്കോസ് ഈ ബനാനേൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് അവിടെ എന്തായാലും ഉണ്ടാവും. ഇനി അത് പോരാ, നമുക്ക് അധികം സ്മൂത്തീസ് അങ്ങനെ കഴിച്ചൊരു ശീലം ഇല്ലാത്ത ഒരാളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക്
ചിയാ സീഡും കൂടെ ഒരു 15 മിനിറ്റ്സ് സോക്ക് ചെയ്തെടുത്ത ചിയാ സീഡ് 1 സ്പൂൺ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു എക്സ്ട്രീംലി ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി നമുക്ക് കിട്ടും. ഈ സ്മൂത്തിൻ്റെ കൂടെ നമുക്ക് 2 ബോയിൽഡ് എഗ് എടുക്കാം. അതിൽ ഒരെണ്ണത്തിൻ്റെ മാത്രം യോക്ക് എടുക്കാവുള്ളൂ. അപ്പോൾ ഒരു ഫുൾ എഗ്ഗും ഒരു എഗ് വൈറ്റും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് 5 ആൽമണ്ട്സ്, 2 വാൾനട്ട്, അതായത് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്ത 5 ആൽമണ്ട്സ്, 2 വാൾനട്ട്. സോ ഇത് മൂന്നും വരുന്നതാണ് നമ്മുടെ 3rd മീൽ പ്ലാനിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എടുക്കുന്ന പോലെ 2 ഡേറ്റ്സ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ജ്യൂസ്, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഹെൽത്തി ഓപ്ഷൻ ഒന്നും അല്ല. നമ്മൾ വേറെ പല ഡ്രിങ്ക്സിലേക്കും പോകുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്ന അവിടെ ഹെൽത്തി ഓപ്ഷൻ ആവത്തുള്ളൂ. കമ്പാരിറ്റീവ്ലി ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് അത്ര ഹെൽത്തി ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഫൈബർ കണ്ടന്റ് അവിടെ നഷ്ടപ്പെടുവാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോക്കനട്ട് വാട്ടർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി വീട്ടിലെല്ലാവരും ആ ഒരു സമയത്ത് ജ്യൂസാണ് കഴിക്കുന്നത്, എനിക്കും അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഈ 2 ഡേറ്റ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. ഡിന്നർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ റൈസ് എടുക്കുക. ഈ വെജിറ്റബിൾ പുലാവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വെജിറ്റബിൾ റൈസ് എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു ഓപ്ഷൻ വേണ്ട, കുറച്ച് ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ബിരിയാണി കഴിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കൂടുതൽ എടുക്കുക, റൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ 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 കുറയ്ക്കുക. അതായത് നമ്മളൊരു സാധാരണ കഴിക്കുന്ന ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാവില്ലേ, അതിൻ്റെ 4/1 മാത്രം റൈസ് എടുക്കുക. ചിക്കൻ നിങ്ങൾക്ക് 1-2 പീസ് വലിയ പീസ് കഴിക്കാം. ഇതിൻ്റെ കൂടെ എന്നത്തെയും പോലെ നമുക്കൊരു വലിയ ബൗൾ ഓഫ് സാലഡ് ആവശ്യമാണ്. സോ അത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ബിരിയാണിയാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ആ റൈത്ത വരത്തില്ല, കേർഡ് റൈത്ത വരത്തില്ല, അപ്പോൾ അതും കുറച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു ലേറ്റ് നൈറ്റ് വിശപ്പൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേമറിക് മിൽക്ക് കഴിക്കാം. അതായത് നമ്മൾ പാല് ലോ ഫാറ്റ് മിൽക്ക് തിളപ്പിച്ചാറി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഷുഗർ ആഡ് ചെയ്യരുത്. ഇങ്ങനെ കഴിക്കുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്കാണ്. ടേമറിക് മിൽക്കിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് 3rd പ്ലാനിൽ നമുക്ക് ടേമറിക് മിൽക്ക് നമ്മുടെ പോസ്റ്റ് ഡിന്നർ ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ഹെൽത്തി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആണ്. ഇൻ കേസ് ഇപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നില്ലാത്ത ഒരാൾക്ക് എന്താ പറയുക, ഒരുപാട് ഫ്രൈഡും അല്ലെങ്കിൽ ഒരുപാട് നോൺ വെജും അങ്ങനെയൊന്നും കഴിക്കേണ്ട, എനിക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഈ ഒരു ടൈമിൽ ഡയറ്റ് നോക്കണം എന്നാണെങ്കിൽ അതിന് നമുക്ക് വേറൊരു പ്ലാൻ നോക്കാം. അത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു റമദാൻ മന്ത് വിഷ് ചെയ്യുന്നു. സോ ഈ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കോ ഒക്കെ എനിക്ക് കമൻറ്റ്സ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും എന്നെ കമൻറ്റ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ. സോ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടുകൊണ്ടിരുന്നതിന്, ഞാൻ പറഞ്ഞ എല്ലാം കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. I'll see you guys in my next video. This is Ashwati Rajit signing out. Ta-ta.